ആ ദൈവത്തിന്റെ സ്നേഹം അതല്ലേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. താൽക്കാലികമായ ലോക ജീവിതം നയിക്കുമ്പോഴേ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരും എല്ലാ തരത്തിലുള്ള ജനങ്ങളുണ്ട്, പല തരത്തിലുള്ള ആളുകൾ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ. മുമ്പേ പറഞ്ഞില്ലേ, ഓരോ അത്രയും ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ് ആണെന്ന് ഞാൻ ഓർത്തില്ല. അവളെ കുറിച്ച് നമ്മൾ ജയചേട്ടൻ പറഞ്ഞപ്പോഴേ അതൊക്കെ അറിയുന്നു. മിക്ക ഡൗൺ ടൗൺ ഇതുപോലൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും അവിടെ എല്ലാം സേഫ്, ആ കുഴപ്പമൊന്നുമില്ല. ചിക്കാഗോയിൽ ചില ഏരിയയിൽ പോകാനൊക്കത്തില്ലെന്ന് പിള്ളേർ പറയുന്നത് അവിടെയൊക്കെ ചെന്നപ്പോഴും. ചില ഏരിയയിലോട്ട് നമുക്ക് അങ്ങനെ പോകാനൊക്കത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഈ ലോകത്തില്. അവിടെ ഒന്നും ആൾക്കാർ പോകത്തില്ലെന്നാ പറയുന്നത്. നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് താമസിക്കും. ഒന്ന് നമുക്കെല്ലാം കുഴപ്പമില്ലാതിരിക്കണം നമ്മുടെ പാർട്ട്. അവിടെയൊക്കെ ചെന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവിടെ ഇടയിലൊക്കെ പ്രവർത്തിക്കും ഒരുപാട് പേര്. ജയിലിലും ഇതിലൊക്കെ ഇതിനു വേണ്ടി ക്രിസ്തുവിനെ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ ആരാധനകളൊക്കെ ചിലപ്പോൾ ഇതിനകത്തൊക്കെ വരുന്നതാണ്. അവരെന്ത് തീക്ഷ്ണമായിട്ടൊന്നും. അപ്പൊ ഞാൻ ഓർക്കേണ്ട, ദൈവമേ, ചെറുപ്പം തൊട്ടേ കർത്താവിനെ അറിഞ്ഞൊക്കെ ജീവിക്കുന്ന നമ്മൾ നമുക്ക് അത്രയും താല്പര്യമില്ല. ഇതെല്ലാം നമുക്കറിയാം, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്നാൽ അവര് ഈ പെട്ടെന്ന് ഇതിനെ യേശു മിശിഹായെ കണ്ടുമുട്ടുമ്പോഴേ അവർക്ക് ആ തീഷ്ണത കാണുന്നു. അവര് അതിനോട് കാണിക്കുന്ന ആ താല്പര്യവും ദൈവവചനത്തോടും ദൈവമക്കളോടും കാണിക്കുന്ന സ്നേഹം. ഇന്ന് രാവിലെ ഒരുപാട് ഇത് ശ്രീകുമാരൻ തമ്പിയോ ആരോണ്ട് പാട്ടുകാരൻ എഴുതിയിരിക്കുക, നമുക്കെല്ലാം നമ്മള് നന്നായിരിക്കണം, നമ്മളെ സേവിക്കുന്നവരായിരിക്കണം. ഇപ്പോഴും ഉണ്ട് അതുപോലുള്ള ആചാര്യ ഗുരുക്കന്മാരൊക്കെ കർത്താവ് കാല് കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞു. വിനയത്തിന്റെ ആ സ്വഭാവമാണ് കാണിക്കുന്നത്. ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് കാണിക്കുക, മാതൃക. അപ്പൊ കർത്താവ് കാണിച്ച ഏതെങ്കിലും മാതൃക നമുക്ക് പിന്തുടരാനായിട്ട് കഴിയണം. അത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ചെറിയൊരു ആയുസ്സല്ലേ ഉള്ളൂ. ഞാൻ സാധാരണ പറയുന്ന പോലെ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം. സ്വർപ്പൂരമാണ് എന്റെ നിത്യമാം വീട്. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഇവിടെ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു. ഓരോ ചെറുപ്പക്കാരൊക്കെ പലതരത്തിൽ ജീവിക്കുന്നു. അപകടങ്ങളിലും ഓരോ തരത്തിലുള്ള മരണത്തിലും കെണികളിലും ഒക്കെ അകപ്പെട്ട് കടന്നു പോകും. അവരത് തിരിച്ചറിയുന്നില്ല. പിന്നെ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും കൂടി പ്രസംഗമൊക്കെ പറയുകയും ഇതൊക്കെ ചെയ്യും. അങ്ങനെയല്ല, അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവരോട് സ്നേഹത്തോടെ ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ, ചില ചർച്ചകളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഈ യങ്ങായിട്ടുള്ളവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, വീട്ടിൽ അതൊന്നും സമ്മതിക്കരുത്. അവന് ഇഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്നും ചെയ്യണമെന്നും. അപ്പൊ വീട്ടിൽ അവര് ആ പ്രത്യേക ഒരു ഡിസിപ്ലിനിൽ അങ്ങ് വെച്ചിരിക്കുക. അപ്പൊ പ്രവർത്തിക്കണമെന്നൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയണോ അതിന് അവസരം കൊടുക്കത്തില്ല മുതിർന്നവര്. അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പ് ഇരിക്കുന്നവർ അത്രയൊക്കെ മതി. അങ്ങനെ കൂടുതലായാലും ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക ദാനം, ഒരു ചർച്ചിനകത്ത് വെച്ച്. ഞാൻ പറഞ്ഞു, അന്നേരം അവരുടെ കോമ്പറ്റീഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ കുട്ടി ഏത് കുട്ടി? എന്റെ കുട്ടികൾ ഉണ്ട്, കൊച്ചുമക്കളുണ്ട്, എന്നാലും വേറെ ആരുടെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൈയൊന്ന് അടിക്കുക നല്ലതല്ലേ? ഓ, അത് പള്ളിക്കകത്ത് എങ്ങനെ കൈയടിക്കുന്നത്? എന്നോട് തിരിച്ചു ചോദിക്കുക. എന്റെ പ്രായക്കാരന്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, പള്ളിക്കകത്ത് ഇങ്ങനെ കൈയടിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവര് പള്ളിയെല്ലാം കഴിഞ്ഞ് ഈ കോമ്പറ്റീഷൻ നടക്കുക. ഇപ്പോൾ ഓരോ കുട്ടികളുടെ പാട്ട് മത്സരവും ലളിതഗാനം പുരാതന ഇതൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ 5 മിനിറ്റ് ഒക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം, നമ്മുടെ കൈക്ക് അതുകൊണ്ട് പ്രയോഗം. അത് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നന്മ കണ്ടാല് അത് പറയണം നന്മയാണ്, തിന്മ കണ്ടാൽ അത് സ്നേഹത്തോടെ അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറയാനുമായിട്ടൊക്കെ കഴിയണം. അത് ആരാന്നുള്ളതല്ല, മനുഷ്യൻ ഏത് വിഭാഗത്തിലുള്ളതല്ല, ഏത് ഡിനോമിനേഷൻ എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ദൈവസ്നേഹം. കർത്താവ് വന്നത് എല്ലാവർക്കും വേണ്ടി, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിലേക്ക് നമുക്കായി ജനിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി കർത്താവ് വന്നു. ആ കർത്താവാണ് നമുക്ക് വേണ്ടി ഒരു നിത്യമായ രാജ്യം ഒരുക്കിയിരിക്കുന്നത്. ആ രാജ്യത്ത് എല്ലാവരെയും കൊണ്ടുചെല്ലണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കുറച്ചുപേരെ ഇവിടെ കളയണമെന്നൊന്നും ദൈവത്തിന് ആഗ്രഹമില്ല. വിട്ടുകളയണം. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്നെയും എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പല മതസ്ഥരും കർത്താവിനെ അറിയാതെയും ജാതികളും പല ഇതിലായിട്ട് അങ്ങ് പൊക്കൊണ്ടിരിക്കുക. എന്നാല് എല്ലായിടത്തും സുവിശേഷം എത്തണം. അവരവർക്ക് കൊടുത്തിട്ടിരിക്കുന്ന താലന്ത് തക്കത്തിൽ വിനിയോഗിക്കണം. നമ്മളെ കണ്ട് മറ്റുള്ളവര് അതൊരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കണം. അവര് ദൈവ പൈതലാണെന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മുടെ നടപ്പും പ്രവർത്തനങ്ങളും പെരുമാറ്റവും എല്ലാം
ആയിത്തീരുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഞാനിപ്പോ ഈ ഭാഗം വായിച്ചപ്പോ അതിനകത്ത് ഇങ്ങനെ കണ്ടിരിക്കുക, മനുഷ്യന് എന്റെ അന്യായവും അതിക്രമവും ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു വശത്ത് എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ചിലപ്പോ ഞാൻ ഇങ്ങനെ ഓർക്കും, ഇതെല്ലാം വന്നിട്ട് മനുഷ്യന് പഠിക്കുന്നില്ല. അന്നേരം പെട്ടെന്നൊരു ചേഞ്ച് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വെള്ളപ്പൊക്കം വരുന്നുടനെ അവർ പെട്ടെന്നെല്ലാം അതിന് വെള്ളമൊന്നും പൊങ്ങാതിരിക്കുമ്പോൾ അതൊന്നും ചെയ്യത്തുമില്ല. നേരത്തെ ചെയ്യേണ്ടത് മുൻകരുതലുകൾ. വെള്ളപ്പൊക്കം വരുമെന്ന് അനൗൺസ്മെന്റ് വരുന്നുടനെ സാധനങ്ങളെല്ലാം, ഭക്ഷണ സാധനങ്ങളെല്ലാം ക്രമീകരിച്ചു വെക്കും. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴാ ഏത് സമയത്തും ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിലെ പാത്രത്തിൽ എണ്ണയുമായിട്ട് കരുതലോടെ ആയിരിക്കണം. കർത്താവ് എപ്പോഴാ വരുന്നെന്ന് അറിയത്തില്ല. ഞാൻ ഈ വെള്ളപ്പൊക്കം വന്നപ്പം പണ്ടത്തെ വെള്ളപ്പൊക്കം വരുന്ന പോലല്ല, പെട്ടെന്ന് കയറി വരുന്ന പോലെ ഒരു സാഹചര്യം. എന്റെ ചെറുപ്പത്തിലെ വെള്ളപ്പൊക്കമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പം കണ്ടപ്പോഴേ അതിന്റെ വരവ് കണ്ടപ്പോ വെച്ചാൽ അതുപോലെ ആയിരിക്കും. കർത്താവ് വരുന്നത് കള്ളനെ പോലെ വരും. അത് ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ എടുക്കപ്പെടും. അല്ലാത്തവര് അപ്പൊ ഒരുക്കത്തോടെ ആയിരിക്കും. ഏത് സമയത്താണെന്ന് അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല, നിശ്ചയമില്ലല്ലോ. അതുകൊണ്ട് ഒരുക്കത്തോടെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഉപവാസപ്രാർത്ഥനകളും ധ്യാനങ്ങളും എല്ലാം അതിന് സഹായിക്കുന്നതായിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് കഴിയണം, കർത്താവ് സ്നേഹിച്ചതുപോലെ. മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ശുഷ്കാന്തിയായിട്ട് എല്ലാവരും ചെയ്യും. എന്നാൽ ദൈവഭാഗത്ത് വരുന്നോണ്ട് ചിലർ പറയും അന്നേരം ഉറക്കം വരും, ക്ഷീണം, പല ബുദ്ധിമുട്ടുകളൊക്കെ പറയും. എന്നാൽ കർത്താവിന് വേണ്ടി കഴിഞ്ഞ ദിവസം മകളെ കണ്ടു. പെരുമ്പാവൂരിൽ നിന്ന് അവർ രാവിലെ 7 മണിക്ക് തിരുവല്ല ഭാഗത്ത് വരെ വന്നു. അന്നേരം ഞാൻ പറഞ്ഞു നല്ല ശബ്ദത്തോടെ നമ്മൾ കർത്താവിന്, ഞാൻ അന്നേരം അവർ പോകാൻ നേരം ഞാൻ കണ്ടപ്പം പറഞ്ഞു, നല്ല മെസ്സേജ് ഒക്കെ പറയുന്ന ഒരു മകള്. അന്നേരം ഞാൻ പറഞ്ഞു നല്ല ശബ്ദമാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. എനിക്കത് വലിയ ഇഷ്ടം. ഞാൻ അതിനെ നല്ലതായിട്ട് വന്നു. ഇതെല്ലാം ഇവിടെ പോകാനുള്ളതല്ലേ തൊണ്ട. ഇതെല്ലാം മണ്ണോട് ചേരും. നമ്മുടെ കർത്താവിനെ എത്ര ശബ്ദത്തില്, അതിന്റെ സ്വരത്തിലെ അല്ല, എത്ര ശബ്ദം അവന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉയർത്തുവാനായിട്ട് കഴിയുമ്പോൾ സ്വർഗം പ്രസാദിക്കും. ചിലർ പറയും ഞാൻ ശാന്തമായിട്ട് മൗനമായിട്ടാ വായിക്കുന്നത്, മനസ്സിൽ വായിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ദൈവം ശബ്ദം തരുമ്പോൾ അവന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി നമ്മുടെ ശബ്ദവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും എല്ലാം അതിനുവേണ്ടിയൊക്കെ വിനിയോഗിക്കണം, നമ്മുടെ കഴിവനുസരിച്ച്. ഞാൻ വെള്ളം പൊങ്ങിയപ്പോ ഞാൻ ഓർത്ത് പലരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഓർക്കുന്നു. നമ്മുടെ പണി ഞാൻ അന്നേരം പിന്നെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ആരെയും അടുത്ത വീട്ടിലെ ഫോണിൽ കൂടെ വിളിക്കാനേ ഒക്കത്തു. ആരെയും ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, നമ്മുടെ അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ട്. അപ്പൊ ഇറങ്ങി പോകാനൊക്കത്തില്ല. അതുപോലെയുള്ള സാഹചര്യത്തിൽ വന്നു. നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത്, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്ക്. നമുക്ക് ആയുസ്സും ആരോഗ്യവും കാഴ്ചയും ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളപ്പോഴും അത് അർഹതപ്പെട്ടവർക്ക് ചെയ്യുവാനായിട്ടൊക്കെ കഴിയണം. അത് നമ്മുടെ വചനം പഠനവും വചന കേൾവിയും എല്ലാം അതിന് മുഖാന്തരമായി തീരണം. ദൈവം അതിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വേദഭാഗം വായിച്ചപ്പം ഇങ്ങനെ ചില ആലോചന ഒന്ന് വന്നേ ഉള്ളൂ. അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.